6 പേരിൽ പലരും പല പല ജോലികളായിട്ടാണ് തിരിഞ്ഞ് ചെയ്യുന്നത്. സത്യത്തിൽ ഇപ്രാവശ്യം അവരെല്ലാം തന്നെ പൂർണ്ണ തട്ടം മേടിച്ച് ശരിക്കും പൂർണ്ണമായും അധ്യാപക തലത്തിലേക്ക് കടന്ന ഒരു കാര്യം പോലും ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ സഹായമില്ലാതെ തന്നെ സ്വതസിദ്ധമായ കഴിവും അവർ ആർജിച്ചെടുത്തതും എന്നിൽ നിന്നും കിട്ടിയ അറിവുകളിലൂടെയും സർവ്വകാര്യങ്ങളും സ്വന്തമായി ചെയ്യുവാൻ പ്രാപ്തരായി തീർന്നു. നിത്യതയിൽ വളരെ ചുരുക്കം കാര്യങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. നിത്യതയിലും ഭാരത നടനത്തിനും അതിൻ്റേതായ രീതിയും തലങ്ങളുമുണ്ട്. ഇതിലെ ഹൃദയം ഞാനും കർമ്മവും കരങ്ങളും ഇന്ന് ഈ മക്കളുമാണ്. 20 വയസ്സായപ്പോൾ തന്നെ വളരെയധികം സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ എൻ്റെ മക്കൾക്ക് കഴിഞ്ഞു. ചില രക്ഷകർത്താക്കളിൽ നിന്നും ലഭിച്ച സഹകരണവും നന്മ നിറഞ്ഞ ഈ മക്കളുടെ മനസ്സുമാണ് ഇതിനായി എന്നെ പ്രാപ്തയാക്കിയത്. ലാളിത്യത്തിനും ആർഭാടത്തിനും തുല്യ വില നൽകുന്ന നിത്യതയിലെ മക്കളെല്ലാം തന്നെ ഇപ്പോൾ മികച്ച യുവതികളായി. ചില മക്കളുടെ വിവാഹവും അടുത്തു തന്നെ ഉണ്ടാകും. ഈശ്വരവിധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഏതൊരു മാർഗത്തിലും അവർ ആ ദൈവാധീനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തെ പഠനത്തിൻ്റെ ഫലമായി വിട്ടല നമസ്കാരത്തിൻ്റെ ചടങ്ങും ഇന്ന് നിത്യതയിലെ മക്കൾ സ്വയം ചെയ്യുന്നു. സ്വതന്ത്രമായ മനസ്ഥിതി ഇല്ലാത്തവർക്കും ചിന്താശേഷി ഇല്ലാത്തവർക്കും ഒരിക്കലും നിത്യതയിലെ സത്യങ്ങൾ മനസ്സിലാവുകയില്ല. ഈ വെറ്റില നമസ്കാരം നമ്മുടെ നിത്യതി മക്കൾ ആദ്യമായി സ്വയം ചെയ്തത് തികച്ചും വളരെയധികം മനസ്സിന് സംതൃപ്തി നൽകിയ തലത്തിലായിരുന്നു. ഈ പെൺകുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ സത്യം തിരിച്ചറിഞ്ഞെത്തുന്ന ഏതൊരു പുരുഷനും ഏറ്റവും ഭാഗ്യമുള്ളവരായിരിക്കും. നല്ലതിനോട് നല്ലത് ചേർന്ന് ജീവിക്കുമെങ്കിൽ നിത്യതയിലെ ഈ മക്കൾ ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നവരായി തീരും എന്നും ഞാൻ വിശ്വസിക്കുന്നു. പൂജ, പ്രാർത്ഥന, വ്രതം, അനുഷ്ഠാനങ്ങൾ ഇവയൊന്നും പരിധി വിട്ട് നമ്മുടെ തലയിൽ കയറാൻ പാടില്ല. എന്നാൽ അവയുടെ സത്യം, അതിലെ ആത്മീയത നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം ശുദ്ധീകരിക്കുന്നതായിരിക്കണം. തനിക്കൊപ്പം നിൽക്കുന്ന, തന്നെ ആശ്രയിക്കുന്ന സ്വന്തം കുടുംബം, പ്രകൃതി എന്ന കുടുംബം, ഇത് രണ്ടും അവൾക്ക് ഏറ്റവും വലിയ നിധി തന്നെയായിരിക്കണം. അങ്ങനെ ചിട്ടപ്പെടുത്തി വരുന്ന ഈ മക്കളുടെ പ്രാർത്ഥന ഏറ്റവും മൂല്യമുള്ളതായിരിക്കും. 12 ദിവസത്തെ വ്രതവും 3 ദിവസത്തെ ജോലിയും തുടർന്ന് വെറ്റില നമസ്കാര ചടങ്ങിൽ വൈകിട്ട് 5 മണി മുതൽ തുടങ്ങിയ ഈ പ്രാർത്ഥനയും പൂജയും എല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ മക്കൾ ചെയ്തെടുത്തു.